ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സത്യസന്ധനായ വിറകുവെട്ടുകാരന്റെയും ദേവതയുടെയും കഥയാണ്. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട വിറകുവെട്ടുകാരൻ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറക് വെട്ടി അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ആ പൈസ കൊണ്ട് അവനും കുടുംബവും സന്തോഷത്തോടുകൂടി ജീവിച്ചു. ഒരു ദിവസം അയാൾ തന്റെ കോടാലിയുമായി കാട്ടിലേക്ക് വിറക് വെട്ടുവാൻ പോയി. അവിടെ നദിയുടെ കരയിൽ നിന്ന് ഒരു വലിയ മരത്തിൽ കയറി അയാൾ അതിന്റെ ചില്ല മുറിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്നും കോടാലി നദിയിലേക്ക് വീണു. അവൻ ഉടനെ നദിയിലേക്ക് ചാടി ഒരുപാട് തിരഞ്ഞു നോക്കി. പക്ഷേ കോടാലി കണ്ടെത്താനായില്ല. കോടാലി ഇല്ലാതെ താൻ എങ്ങനെ വിറക് മുറിക്കുമെന്നോർത്ത് സങ്കടപ്പെട്ട് അവൻ നദിയുടെ കരയിലിരുന്നു. പെട്ടെന്ന് നദിയിൽ നിന്ന് പ്രകാശത്തോടുകൂടി ഒരു ദേവത ഉയർന്നു വന്നു. അവൻ അത്ഭുതത്തോടെ കൈകൂപ്പി നിന്നു. എന്നിട്ട് തന്റെ കോടാലി നഷ്ടപ്പെട്ട കാര്യം ദേവതയോട് പറഞ്ഞു. ദേവതയുടൻ തന്നെ നദിയിലേക്ക് മുങ്ങി ഒരു സ്വർണ്ണ കോടാലിയുമായി തിരിച്ചു വന്നു. സ്വർണ്ണ കോടാലി കണ്ടതും അവൻ ദേവതയോട് പറഞ്ഞു, ഇത് വളരെ മനോഹരമായിട്ടുണ്ട്, പക്ഷേ എന്റെ കോടാലി ഇതല്ല. ദേവത വീണ്ടും നദിയിലേക്ക് മുങ്ങി ഒരു വെള്ളി കോടാലിയുമായി തിരികെ വന്നു. ഇതും തന്റേതല്ലെന്ന് അവൻ ദുഃഖത്തോടെ ദേവതയോട് പറഞ്ഞു. ദേവത വീണ്ടും നദിയിലേക്കിറങ്ങി ഒരു സാധാരണ കോടാലിയുമായി തിരികെ വന്നു. അത് കണ്ടതും ഇതാണ് തന്റെ കോടാലിയെന്ന് അവൻ വളരെ സന്തോഷത്തോടെ ദേവതയോട് പറഞ്ഞു. വിറകുവെട്ടുകാരന്റെ സത്യസന്ധത കണ്ട് വളരെയധികം സന്തോഷവതിയായ ദേവത ആ 3 കോടാലികളും അവന് സമ്മാനിച്ചു. അവൻ കോടാലികളുമായി സന്തോഷത്തോടെ തിരികെ വീട്ടിലെത്തി. കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? സത്യസന്ധത എപ്പോഴും വിജയിക്കും.